ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വി ക്യാൻ പി എസ് സി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. നവംബർ 30 തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ഇപ്പോൾ ഇനി പുതുതായിട്ട് ഈ ഒരു എക്സാം ആദ്യമായിട്ട് എഴുതാൻ വരുന്നവരും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം എഴുതിയിട്ട് കിട്ടാതെ പോയവരുമൊക്കെ ഇത്തവണ ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള ഈ ഒരു പോലീസ് ഡ്രൈവറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ഡ്രൈവർ പാർട്ട്, അതിനകത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് കഴിഞ്ഞ തവണ ചോദിച്ചത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകണ എല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അത്യാവശ്യം ഈ ഒരു എക്സാമിന് ചോദിച്ച കാര്യങ്ങളും ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസറും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളും പറഞ്ഞാണ് വീഡിയോ പോകുന്നത്. അപ്പം എല്ലാവരും തന്നെ കാണുക. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമുക്ക് വരുന്നത് 30 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ടും അതേപോലെ തന്നെ 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ അങ്ങനെ മൊത്തം 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള ക്ലാസ്സുകളാണ്, വീഡിയോ ക്ലാസ്സുകളാണ്, ആപ്പ് വഴി റെക്കോർഡഡ് ക്ലാസ്സുകളാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഉണ്ടാകും. നമുക്ക് സംശയം ചോദിക്കാനായിട്ട് സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടാകും, ലൈവായിട്ടുള്ള സെക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എൻ്റെ ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ, പോലീസ് ഡ്രൈവറിന് ഫീസ് വരുന്നത് 399 രൂപയാണ്. ഫയർമാൻ ഡ്രൈവറിന് വരുന്നത് 399 രൂപയാണ്. നമ്മുടെ കമ്പനി കോർപ്പറേറ്റ് എക്സാം ഉണ്ടല്ലോ, 10th ലെവൽ, അതിന് വരുന്നത് 249 രൂപയാണ്. അപ്പോൾ ഈ ഫുൾ കോഴ്സിൻ്റെ പ്രൈസാണ് ഈ 50 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള ഫുൾ കോഴ്സ്. അത് എക്സാമിൻ്റെ ഡേറ്റ് വരെ ഉണ്ടാകും. ആ കോഴ്സ് നമ്മുടെ കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഫയർമാനും പോലീസും കൂടെ ഒന്നിച്ചെടുക്കുന്നവർക്ക് രണ്ടും കൂടെ 499 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു 3 കോഴ്സ് കൂടെ ഇറക്കുന്നവർക്ക് 699 രൂപയാണ് വരുന്നത്. അപ്പം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റൊക്കെ ആയിട്ട് നമ്പരും കൊടുത്തിട്ടുണ്ടാകും. അതിനകത്ത് മെസ്സേജ് അയച്ചാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരും ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള അപ്ഡേറ്റും എല്ലാ ഗ്രൂപ്പുകളിൽ വരും. അപ്പോൾ അത് ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കഴിഞ്ഞ വർഷം നടന്ന പോലീസ് ഡ്രൈവറിൻ്റെ പുതിയ സിലബസ് അനുസരിച്ചുള്ള പോലീസ് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇനി വരാൻ പോണ പാറ്റേൺ ഈ സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഏകദേശം പഠിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പുതിയതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, അതായത് നമ്മുടെ ഹെവി വാഹനങ്ങളല്ലാതെ അല്ലെങ്കിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതുപോലെയുള്ള വാഹനങ്ങളല്ലാതെ നോർമൽ വാഹനങ്ങൾ, അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ, അതേപോലെയുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണെന്നാണ്. അതിൻ്റെ ഉത്തരം 15 വർഷമാണ്. 15 വർഷത്തേക്കാണ് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ ഫിറ്റ്നസ്സും ഒക്കെ 15 വർഷത്തേക്കാണ്. 15 വർഷം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റീടെസ്റ്റ് ചെയ്യുമല്ലോ. 15 വർഷത്തിന് കാലാവധി തീർന്നു കഴിയുമ്പോൾ വീണ്ടും റീടെസ്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ 5 വർഷം കൂടുമ്പോഴാണ് ഈ ഒരു കാലാവധി അവസാനിക്കുന്നത്. ആദ്യം പുതുതായിട്ട് എടുക്കുന്നതിന് 15 വർഷം, അത് കഴിഞ്ഞിട്ട് 15 വർഷത്തിന് ശേഷം ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഇതേപോലെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ട് വരും, റീടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗുഡ്സ് വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതൽ ആയാൽ ആ വാഹനം താഴെ പറയുന്നതിൽ ഏത് കാറ്റഗറിയിൽ പെടും? കാറ്റഗറി N3, കാറ്റഗറി N2, N1 ഇവയൊന്നുമല്ല. ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞ വാഹനങ്ങളെ N1, N2, N3 അതേപോലെ തന്നെ M1, M കാറ്റഗറി, N കാറ്റഗറി, T കാറ്റഗറി എന്ന് സെപ്പറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു സിലബസിൻ്റെ ആദ്യം തന്നെ പഠിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു ടേമാണ് GVW എന്ന് പറയുന്നത്. GVW, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. അതായത് ഒരു വാഹനം എടുത്താൽ അതിൻ്റെ വാഹനത്തിൻ്റെ ഭാരവും അതിനകത്ത് മാക്സിമം കയറ്റാൻ പറ്റുന്ന ലോഡിൻ്റെ ഭാരവും ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് വാഹനത്തിൻ്റെ GVW.
ഇവിടെ തന്നിരിക്കുന്നത് GVW ആണ്. കാരണം എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വാഹനത്തിൻ്റെ ഭാരവും, ഗുഡ്സ് വാഹനമാണ് കൊടുത്തിരിക്കുന്നത്, വാഹനത്തിൻ്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്നത് ഭാരം. അപ്പോൾ അത് രണ്ടും പറയുന്നത് വാഹനത്തിൻ്റെ GVW അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ആണ്. അത് 12 ടണ്ണിൽ കൂടുതലുള്ളത് ഏത് വാഹനമാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാനുള്ളത് 3 കാറ്റഗറിയാണ്. MNT. എം എന്ന് പറയുമ്പോഴേ നമുക്ക് അത് ഒരു യാത്രക്കാരെ കൊണ്ടുപോകുന്ന വാഹനമാണ്. എം എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക യാത്രക്കാരെ കൊണ്ടുപോകുന്നതാണ്. അത് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. M1, M2, M3, M1 അങ്ങനെ കാറ്റഗറി ചെയ്ത് വെച്ചിട്ടുണ്ട്. M1, M2, M3 എന്ന്. അത് ആ യാത്രക്കാരെ M1ഉം M2ഉം M3 എല്ലാ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ തന്നെയാണ്. പക്ഷേ അതിനകത്ത് കയറ്റുന്ന ഭാര വ്യത്യാസമാണ്. N എന്ന് പറയുമ്പോഴേ അത് ഗുഡ്സ് വാഹനങ്ങളാണ്. ഗുഡ്സ് വാഹനം ആയതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷനിൽ N2, N3, N1 എന്നൊക്കെ തന്നിരിക്കുന്നു. N എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ ഗുഡ്സ് വാഹനമാണ്. T എന്ന് കേൾക്കുമ്പോൾ തന്നെ ട്രെയിലർ വിഭാഗത്തിൽപ്പെട്ട വാഹനങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ N കാറ്റഗറിയാണ് ഗുഡ്സ് വാഹനം ആയതുകൊണ്ട് N1, N2, N3 ആണെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ N1 എന്ന് പറഞ്ഞാൽ ഈ GVW 3500 കിലോ അല്ലെങ്കിൽ 3.5 ടണ്ണിൽ താഴെയാണെങ്കിൽ അതിനെയാണ് N1 എന്ന് പറയുന്നത്. ഇനി 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയിലാണെങ്കിൽ അതിനെ N2 എന്ന് പറയും. ഇനി അതിലും മേളിലാണ് 12 ടണ്ണിലും മേളിലാണെങ്കിൽ അതിനെ N3 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ 12 ടണ്ണിൽ കൂടുതലുള്ള ഗുഡ്സ് വാഹനമാണ്. ഗുഡ്സ് വാഹനം ആയതുകൊണ്ട് N കാറ്റഗറി, 12 ടണ്ണിൽ കൂടുതലായതുകൊണ്ട് 3. അപ്പം കാറ്റഗറി N3 ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനായിട്ട് സിലബസിലുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുവാൻ മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? അപ്പോൾ നമ്മൾ ഓർക്കുക, നമുക്ക് ഇതിനകത്ത് കുറച്ച് സെക്ഷനുകൾ പഠിക്കാനുണ്ട്. സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും പഠിക്കണം. ഇത് കണ്ടില്ലേ, സെക്ഷൻ നമ്പർ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അതും പഠിക്കണം. അതേപോലെ തന്നെ കുറച്ച് റൂളുകൾ പഠിക്കാനുണ്ട്. റൂളുകളുടെ അകത്തുള്ള കണ്ടൻറ്റ് എന്താണ്, ആ റൂളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പഠിക്കണം. റൂളിൻ്റെ നമ്പരും ചോദിക്കണം. ഈ താഴെ കണ്ടിരിക്കുന്നുണ്ടോ റൂള് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ റൂളിൻ്റെ നമ്പരും പഠിക്കണം. പറഞ്ഞിരിക്കുന്ന സിലബസിൽ പറഞ്ഞിരിക്കുന്ന മാത്രം സെക്ഷൻ്റെ നമ്പർ പഠിക്കണം, റൂളിൻ്റെ നമ്പർ പഠിക്കണം. ഓക്കെ, നമ്മുടെ ഫയർമാൻ ഡ്രൈവർ എക്സാം നടന്നപ്പോൾ അതിനകത്ത് സെക്ഷൻ നമ്പരും റൂളിൻ്റെ നമ്പരും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ ഒരു പോലീസ് ഡ്രൈവറിൻ്റെ എക്സാം വന്നപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ ഇനിയുള്ളതിലും ചോദിക്കും. കാരണം ഇത്രയും ചെറിയൊരു ഡ്രൈവർ സിലബസ് ഒരു ചെറുതായതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വിട്ടുപോകാതെ തന്നിരിക്കുന്ന സിലബസിലുള്ള എല്ലാ സെക്ഷൻ്റെ നമ്പരും അതിൻ്റെ കണ്ടൻറ്റുകളും റൂളിൻ്റെ നമ്പരും അതിൻ്റെ കണ്ടൻറ്റുകളും പഠിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സെക്ഷൻ്റെ നമ്പർ. ഇത് അല്ലാതെ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, റെഗുലേഷനും ഇതേപോലെ നമ്പർ ഓരോ നമ്പറായിട്ട് പറയാറുണ്ട്. പക്ഷേ റെഗുലേഷൻ്റെ നമ്പർ ചോദിക്കാനുള്ള സാധ്യതയില്ല. കാരണം റെഗുലേഷൻ്റെ നമ്പർ എവിടെയും അങ്ങനെ പറയാറില്ല. റെഗുലേഷൻ അത് തന്നിരിക്കുന്ന ഓർഡറിൽ നമ്പർ ഇട്ടേക്കുന്നതേ ഉള്ളൂ. അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയും ടഫ് ആക്കുന്നെങ്കിലോ ഇല്ല, ചോദിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഗുണമൊന്നുമില്ല. റൂളും സെക്ഷനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്പറുകളാണ്. പക്ഷേ ഇത് അത്ര അത്യാവശ്യമുള്ളതല്ല. അതുകൊണ്ട് തന്നെ റെഗുലേഷൻ ചോദിക്കാനുള്ള സാധ്യതയില്ല. പിന്നെ PSCയുടെ കാര്യം നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 99% ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സെക്ഷൻ നമ്പറാണ്. അതായത് സെക്ഷൻ നമ്പറാണ് ലൈസൻസിൻ്റെ പുതുക്കലെ പറ്റി പറയുന്ന സെക്ഷൻ 15 നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റും പഠിക്കാനുള്ളതാണ്. അതായത് ഒരാളുടെ ലൈസൻസ് ഇത്ര കാലത്തേക്കാണല്ലോ ലൈസൻസ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹെവി ലൈസൻസ് 5 വർഷത്തിന് ശേഷം ഹെവി ലൈസൻസും ബാഡ്ജും പുതുക്കണം. ഹെവി ലൈസൻസ് ട്രാൻസ്പോർട്ട് എന്നുള്ള ലൈസൻസ് പുതുക്കണം. അപ്പോൾ അത് പുതുക്കാനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന കാലാവധി എപ്പോഴാണ്? നമ്മുടെ ലൈസൻസ് തീരുവാണ്. ഇപ്പം 2024 തീരുവാണെങ്കിൽ നമുക്ക് 2023 ഒരു കറക്റ്റ് ഒരു വർഷം ഫ്രണ്ട് ഈ ഒരു ഡേറ്റ് തീരുന്ന ഡേറ്റിൻ്റെ ഒരു വർഷം മുമ്പ് മുതൽ പുതുക്കാൻ കൊടുക്കാം. അത് ഒരു വർഷം കഴിഞ്ഞ് 2025 ആ ഒരു കൃത്യം ഒരു വർഷം വരെ പുതുക്കാൻ കൊടുക്കാം. നമ്മുടെ ലൈസൻസിൻ്റെ കാലാവധി തീർന്ന ഡേറ്റിന് ഒരു വർഷം മുമ്പുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലോ ഈ ലൈസൻസിൻ്റെ പുതുക്കാനായിട്ടുള്ള അപേക്ഷ നൽകാനും പുതുക്കി കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ലൈസൻസ് പുതുക്കി കിട്ടണമെങ്കിൽ വീണ്ടും പ്രൊസീജിയർ ആദ്യം മുതലൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം സാധാരണ രീതിയിൽ പുതുക്കി കിട്ടണമെങ്കിൽ നമ്മുടെ ലൈസൻസ് തീരുന്ന ഡേറ്റ് എന്നാണോ അതിന് ഒരു വർഷം മുമ്പോ അതിന് ശേഷം ഒരു വർഷം മുമ്പോ, ലൈസൻസ് തീർന്നു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞോ അത് നമുക്ക് ഇതേപോലെ പുതുക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞാൽ പുതുക്കത്തില്ല, വീണ്ടും പുതുതായിട്ട് എടുക്കേണ്ടി വരും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? അതായത് നമ്മൾ ചില കുറ്റകൃത്യങ്ങൾ ചെയ്താൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വേറൊരാളുടെ മോട്ടോർ വാഹനം നമ്മൾ മോഷ്ടിക്കുക, യാത്രക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക,
പിന്നെ ഏതെങ്കിലും നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള ചരക്ക് കടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സെക്ഷൻ നമ്മുടെ റൂൾ 25 ഉണ്ട്. റൂൾ 25 പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാത്തവർ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്യുന്നവരുടെ ലൈസൻസ് താൽക്കാലികമായിട്ട് റദ്ദാക്കുകയോ അതേപോലെ തന്നെ അസാധുവാക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമപ്രകാരം സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് റൂൾ നമ്പർ 21 അതും അതിൻ്റെ വ്യവസ്ഥകളും നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ കേരള മോട്ടോർ വെഹിക്കിൾ റൂളിലെയാണ്. റൂൾ 4 വരുന്നതാണ്. റൂൾ 4 ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും നമുക്ക് പഠിക്കണം. ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇവരെ പറ്റിയിട്ട് ഈ റൂൾ 4 പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ലൈസൻസിങ് അതോറിറ്റി ആരാണ്? ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. അതേപോലെ തന്നെ അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. ഇനി അസിസ്റ്റൻറ്റ്, നേരത്തെ പറഞ്ഞത് എന്താണ്? അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ് ജോയിൻറ്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ ജോയിൻറ്റ് RTO. ഇനി അസിസ്റ്റൻറ്റ് ലൈസൻസിങ് അതോറിറ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MVI അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഇത്രയും പേർക്ക് ലൈസൻസ് നൽകാനായിട്ട് കഴിയും. ഇനി ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി എന്നാണ്. അപ്പോൾ ആ ഒരു ജൂനിയർ ലൈസൻസിങ് അതോറിറ്റിക്ക് ലൈസൻസ് കൊടുക്കാനായിട്ടുള്ള അവകാശമില്ല. അവർക്ക് ലേണേഴ്സ് ലൈസൻസ് മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫയർമാൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇത്. ജൂനിയർ ലൈസൻസിങ് അതോറിറ്റി ലേണേഴ്സ് കൊടുക്കാൻ സാധിക്കത്തുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർക്കുക, RTO, ജോയിൻറ്റ് RTO, MVIക്കും ലൈസൻസ് കൊടുക്കാം. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ AMVIക്ക് ഈ പറയുന്ന രീതിയിലുള്ള ലൈസൻസ് കൊടുക്കാൻ സാധിക്കത്തില്ല, പക്ഷേ ലേണേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തതേത്? പബ്ലിക് സർവീസ് വാഹനം, അതായത് പൊതുജനങ്ങളെ അല്ലെങ്കിൽ ആളുകളെ കയറ്റി യാത്ര ചെയ്യുന്ന വാഹനമല്ലാത്ത വാഹനം ഏതെന്ന്. ഇത് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ പറയുന്നുണ്ട് മാക്സി ക്യാബ് എന്ന് വെച്ചാൽ നമ്മുടെ വലിയ നീളം കൂടിയ 12 പേരെ കയറ്റാൻ പറ്റുന്ന വാഹനമൊക്കെയാണ് മാക്സി ക്യാബ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റ് കാരിയേജ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് നിർത്തി കയറുന്നിടം മുതൽ ഇറങ്ങുന്നിടം വരെ പൈസ കൊടുക്കുന്ന അതുകൂട്ട് വാഹനങ്ങളെയാണ്. അതായത് പറഞ്ഞ KSRTC ബസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ് ടിക്കറ്റ് എടുത്ത് പോകുന്ന വണ്ടികളാണ് ഈ കോൺട്രാക്റ്റ് കാരിയേജിൽ. അപ്പോൾ കോൺട്രാക്റ്റ് കാരിയേജ് അല്ല, അത് സ്റ്റേജ് കാരിയേജാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺട്രാക്റ്റ് കാരിയേജ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുള്ള പോലെയാണ് കോൺട്രാക്റ്റ് കാരിയേജ്. സ്റ്റേജ് കാരിയേജാണ് ആൾക്കാരെ നിർത്തി കയറ്റുന്നത്. ഇവിടെ കോൺട്രാക്റ്റ് കാരിയേജാണ് കൊടുത്തിരിക്കുന്നത്. അത് ടൂറിസ്റ്റ് ബസ് പോലെയുള്ള വാഹനങ്ങൾ ഫിക്സഡ് വാടക മേടിച്ച് പോകുന്നതാണ് കോൺട്രാക്റ്റ് കാരിയേജ്. പിന്നെ ഗുഡ്സ് കാരിയേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? യാത്രക്കാരെ കയറ്റുന്നതല്ല, ഗുഡ്സ് കയറ്റുന്ന വാഹനമാണ് ഗുഡ്സ് കാരിയേജ്. അപ്പം പബ്ലിക് സർവീസ് വാഹനമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ അത് ഗുഡ്സ് കാരിയേജാണ്. പിന്നെ മോട്ടോർ ക്യാബ് എന്ന് പറഞ്ഞാൽ സാധാരണ 4 പേര് 5 പേരൊക്കെ കയറുന്ന കാറിനെയാണ് മോട്ടോർ ക്യാബ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ. ഇവിടെ ചോദിച്ചിരിക്കുന്ന പബ്ലിക് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ യാത്രക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്ന വാഹനം, അതല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും തെറ്റിക്കുകയും ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ് ഈ കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്ന വാഹനത്തിൽ പെർമിറ്റ് ആവശ്യമില്ലാത്ത വാഹനം ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേജ് കാരിയേജ്, കോൺട്രാക്റ്റ് കാരിയേജ്, ആംബുലൻസ്, പ്രൈവറ്റ് സർവീസ് വാഹനം. നമ്മൾ സാധാരണ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രൈവറ്റ് സർവീസ് വാഹനമാണ്. നമ്മൾ പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രൈവറ്റ് വാഹനം നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഒരു പ്രൈവറ്റ് കാർ അതിന് പെർമിറ്റ് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണെന്നുള്ള ഒരു ചിന്ത വന്ന് ഇത് ക്ലിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ആംബുലൻസ് ഇപ്പം ആളുകളെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയായതുകൊണ്ട് അതിന് പെർമിറ്റ് വേണമെന്നുള്ള ഒരു തോന്നലും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 2 ഓപ്ഷൻ വന്നുകൊണ്ട് അത് കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഓർക്കും, ഇവിടെ പ്രൈവറ്റ് വാഹനമെന്നല്ല കൊടുത്തിരിക്കുന്നത്, ഇവിടെ പ്രൈവറ്റ് സർവീസ് വാഹനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാക്കുക, പ്രൈവറ്റ് വാഹനം വേറെ, പ്രൈവറ്റ് സർവീസ് വാഹനം വേറെ. പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറഞ്ഞാൽ ആളുകളെ കൊണ്ടുപോകുന്ന വാഹനമാണ്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഒരു ചില വലിയ തുണിക്കടകൾ അല്ലെങ്കിൽ എന്തെങ്കിലും
സ്വർണ്ണക്കടകൾ അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ജോലിക്കാരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അവർ ബസ് പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സർവീസ് നടത്താനായിട്ടുള്ള വാഹനങ്ങളെയാണ് അവരുടെ യാത്രക്കാരെ, പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റത്തില്ല, അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളെ കൊണ്ടുപോകാനായിട്ടുള്ള വാഹനമാണ് പ്രൈവറ്റ് സർവീസ് വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് പെർമിറ്റ് ആവശ്യമാണ്, ആംബുലൻസിന് പെർമിറ്റ് ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഇത് റെഗുലേഷൻസ് ആണ്, പറഞ്ഞായിരുന്നല്ലോ റെഗുലേഷൻ, അതിനകത്ത് വരുന്ന ഒരു റെഗുലേഷനാണ് ഇത്. റെഗുലേഷൻ നമ്പർ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. ഇനി അടുത്തൊരു അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു മോട്ടോർ വാഹനം ക്യാരിയേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. ക്യാരിയേജ് വേ, നമ്മളൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ബോർഡറൊക്കെ കാണും അല്ലേ, ഇങ്ങനെ ബോർഡർ കാണും, പിന്നെ നമ്മുടെ വണ്ടി ഓടിക്കാനുള്ള സ്ഥലം കാണും, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണും. ഇങ്ങനെ വണ്ടി ഓടിക്കാനുള്ള സ്ഥലങ്ങൾ മാത്രം പറയുന്ന പേരാണ് ക്യാരിയേജ് വേ. അപ്പോൾ ഒരു വാഹനം ക്യാരിയേജ് വേയിലൂടെ ഓടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, ക്യാരിയേജ് വേ. അപ്പം നമ്മൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സംഭവങ്ങൾ അതിനകത്ത് വരും. ഇവിടെ റോഡ്, ഇതിപ്പോൾ ഇങ്ങനെ റോഡ്, വാഹനം ഓടിക്കുന്ന റോഡ്, അതിൻ്റെ പുറത്ത് ഉള്ള ഇവിടെ എന്തെങ്കിലും ചെടികളോ കാര്യങ്ങളോ ഒക്കെ നിൽക്കുന്ന കാണും, അല്ലെങ്കിൽ ഫുട്പാത്ത് കാര്യങ്ങൾ, ഇതെല്ലാത്തിനും നമ്മൾ പൊതുവേ റോഡ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം കൂട്ടിയാണ് പറയാറ്. പക്ഷേ ഈ പറയുന്ന ക്യാരിയേജ് വേ എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സ്ഥലത്തിനെയാണ്, വാഹനം ഓടിക്കേണ്ട സ്ഥലത്തിനെ, നമ്മുടെ ലൈനിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലം കാണുമല്ലോ, അതിനെയാണ് ക്യാരിയേജ് വേ എന്ന് പറയണം. അപ്പോൾ അതുവഴിയാണ് വാഹനം ഓടിക്കേണ്ടത്. പിന്നെ അടുത്ത് പുറകോട്ട് ഓടിക്കുന്ന വാഹനത്തിൽ നിന്നും ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണ്. എല്ലാവർക്കും അറിയാലോ, ഒരു വാഹനം, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വാഹനം പുറകോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകാതെ ഒരു നിശ്ചിത അകലം പാലിച്ച് നിൽക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇനി അടുത്ത് പറയുന്നത് മോട്ടോർ സൈക്കിളോ 3 വീലർ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു 2 ടേമുണ്ട്, ഡ്രൈവർ, റൈഡർ. എന്താണ് റൈഡർ, ഡ്രൈവർ രണ്ടും? ഇപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എന്ന് രണ്ടായിട്ട് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇതിനായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല എങ്കിലും അത് പറഞ്ഞിരിക്കുക. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുച്ചക്ര വാഹനം, 4 ചക്ര വാഹനം അങ്ങനെ ഓടിക്കുന്നവരെയാണ് നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത്. നമ്മുടെ ബൈക്ക് പോലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? റൈഡർ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ വണ്ടി ഓടിക്കുന്നയാളോ ഡ്രൈവറോ അല്ലെങ്കിൽ ഇപ്പം റൈഡറോ ആരായാലും ആയിക്കോട്ടെ, അവർ ആ വാഹനം ഓടിക്കുമ്പോഴത്തേന് മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യുക. അതായത് ഒരു വാഹനത്തിൻ്റെ പെട്രോൾ തീർന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ടോ അല്ലേ, ആ വാഹനം സൈലൻസറെ കാല് വെച്ച് തള്ളിക്കൊണ്ട് പോകുക, അല്ലെങ്കിൽ ഓട്ടോയെ അങ്ങനെ, അല്ലെങ്കിൽ വാഹനത്തെ പിടിച്ച് നിർത്തി അങ്ങനെ കൊണ്ടുപോകുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുതന്നെയാണ് ആൻസർ. വാഹനത്തിൽ ഉച്ചത്തിൽ മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്, അതും ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യനും നമ്മുടെ റെഗുലേഷനിൽ വരുന്നതാണ്. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. മറ്റു വാഹനങ്ങളെ മറികടക്കുക ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റത്തില്ല, കാരണം തുരങ്കത്തിൽ ഓവർടേക്കിംഗ് ഇല്ല. ഓക്കെ, അടുത്തത് യു ടേൺ എടുക്കുക. അതായത് തുരങ്കത്തിൽ നിന്ന് നമ്മൾ വാഹനം തിരിച്ച് ഓപ്പോസിറ്റ് സ്ഥലത്തോട്ട് പോകുക, അല്ലെങ്കിൽ യു ടേൺ എടുക്കുക. യു ടേണും നമ്മുടെ തുരങ്കത്തിൽ അനുവദിച്ചിട്ടില്ല. അതേപോലെ തന്നെ പുറകോട്ട് ഓടിക്കുക, അതും തുരങ്കത്തിൽ അനുവദിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തുരങ്കം എന്ന് വെച്ചാൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ വെട്ടമൊന്നും ഇല്ലെങ്കിൽ ഇരുട്ടൊക്കെ ഉണ്ടാവാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. റെഗുലേഷൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. മറ്റു വാഹനങ്ങളെ മറികടക്കരുത്, യു ടേൺ എടുക്കരുത്, പിറകോട്ട് എടുക്കരുതെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ റെഗുലേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്നും കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഫുള്ള് പഠിക്കുമ്പോൾ അതൊക്കെ റെഗുലേഷൻ തന്നെ നമുക്ക് കുറേ വീഡിയോസ് ചെയ്യേണ്ടതുണ്ട്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിൻറ്റും എടുത്ത് പഠിക്കണം. കാരണം ഇത് നമുക്ക് വായിക്കുമ്പോൾ അറിയാം, എല്ലാം കൃത്യമായിട്ട് ഓരോ സെൻറ്റൻസ്, ഓരോ റെഗുലേഷൻ തന്നെ 3-4 സെൻറ്റൻസൊക്കെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തേക്കുവാണ്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പക്ഷേ നമ്മുടെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പം ക്യാരിയേജ് വേ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക, സ്ലിപ്പ് വേ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക് ടേംസ് പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചിരുന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോഴത്തേന് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴ്സിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇത് സമയക്കുറവായതുകൊണ്ട് നമുക്കിത് ഫുള്ള് നോക്കണം. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇനി ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മുടെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റെഗുലേഷനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെയാണ് 4 എണ്ണം. അപ്പോൾ അത് തെറ്റിച്ചൊക്കെ കൊടുത്തിരിക്കുകയാണ്.
അപ്പോൾ അതിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്ന് വീതം വായിച്ച് നോക്കാം. വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. അതായത് വാഹനം നമ്മളിപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വാഹനം കൊണ്ടുവന്നിട്ട് ഈ കാറിനെ കെട്ടിവലിച്ചുകൊണ്ട് എവിടെയാണ് വർക്ക്ഷോപ്പിലോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കെട്ടിവലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25 കിലോമീറ്റർ കൂടാൻ പാടില്ല. നമ്മൾ കെട്ടിവലിക്കുമ്പോൾ തന്നെ ആ രണ്ട് വണ്ടിയും ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 25 കിലോമീറ്ററിൽ കൂടാനായിട്ട് പാടില്ല. നേരത്തെ 24 എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കൃത്യമായിട്ട് ഓർക്കുക, ഇപ്പോൾ 25 കിലോമീറ്ററാണ്. അങ്ങനെ വേണം ചോദിക്കുക എത്ര കിലോമീറ്ററാണ് കെട്ടിവലിക്കാനുള്ള പരമാവധി എന്ന് ചോദിച്ചാൽ 25 ആണ്. 25 ഇല്ലെങ്കിൽ 24 ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നേരത്തെ 24 ആയിരുന്നു, ഇപ്പോൾ 25 കോമൺലി പറയുന്നത്. ഇനി അടുത്ത് ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാമെന്നാണ്. അതായത് ബൈക്ക്, നമ്മുടെ ബൈക്ക് കേടായാൽ വേറൊരു ബൈക്കേലോ അല്ലെങ്കിൽ വേറൊരു കാറേലോ ഒക്കെ കെട്ടിവലിക്കാൻ പറ്റുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നമുക്കറിയാമല്ലോ, ഇരുചക്ര വാഹനം കെട്ടിവലിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അപകടമുള്ള പരിപാടിയാണ്. ഇപ്പോൾ വേറൊരു ഇരുചക്ര വാഹനത്തെ വെച്ചാണ് കെട്ടിവലിക്കുന്നതെങ്കിൽ തന്നെ അതിൻ്റെയും ബാലൻസ് പോവും. അതേപോലെ തന്നെ വേറൊരു കാറേലോ കെട്ടിവലിക്കുകയാണെങ്കിൽ അത് വലിക്കുന്നതനുസരിച്ച് നമ്മുടെ പുറകെ ഓടിക്കുന്ന ബൈക്കിൻ്റെ ബാലൻസ് പോകും. അതുകൊണ്ടാണ് ഇത് അനുവദിച്ചിട്ടില്ല. ഒരു കാരണവശാലും ഇരുചക്ര വാഹനങ്ങൾ കെട്ടിവലിക്കാനായിട്ട് പാടില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായി ഒന്നെങ്കിൽ തള്ളിക്കൊണ്ട് പോകുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനങ്ങൾ വിളിച്ച് അതിൻ്റെ മേളിൽ കയറ്റിക്കൊണ്ട് പോകാം. ഇപ്പം കാറിൻ്റെ മേളിൽ കയറ്റിക്കൊണ്ട് പോകാമെന്നല്ല, പെട്ടി ഓട്ടോയോ അതേപോലെയുള്ള ഗുഡ്സ് വാഹനങ്ങളുണ്ട്, അതിൽ കയറ്റി നമ്മുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടെ എത്തിക്കുക. ഇനി അടുത്തത് കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനങ്ങളും തമ്മിലുള്ള ദൂരം 5 മീറ്ററിൽ കൂടാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ ഒരു 2 വാഹനങ്ങളുണ്ട്, കെട്ടിവലിക്കുന്ന വാഹനം, കംപ്ലൈൻ്റ് ആയിട്ട് കെട്ടിവലിക്കപ്പെടുന്ന വാഹനം, ഇത് രണ്ടും കൂടെ ടൈ ചെയ്തിട്ടുണ്ടല്ലോ. ഇങ്ങനെ ടൈ ചെയ്തിരിക്കുന്നത് ദൂരം 5 മീറ്ററിൽ കൂടാൻ പാടില്ല. മാക്സിമം 5 മീറ്റർ ആയിരിക്കണം ദൂരം. അറിയാമല്ലോ, അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. വേറെ വാഹനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 5 മീറ്റർ എന്നൊരു ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 മീറ്ററാണ് മാക്സിമം പറയുന്നത്. കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ ഒക്കെ നമ്മൾ എന്താണോ കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്നത് അത് മറ്റേ യാത്രക്കാർക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതും ഇതേപോലെ തന്നെ ചെന്ന് കയറാതിരിക്കാൻ കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ തെളിഞ്ഞ വലിയ കയറുകളൊക്കെ ഉപയോഗിച്ച് തന്നെ കെട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് 4 നമുക്ക് ആ റെഗുലേഷനിൽ പറയുന്നതാണ്. ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാരണം കഴിഞ്ഞ വർഷം പഠിച്ചവർക്ക് ഇത് മടുപ്പായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഈ ഒരു സംഭവം പുതുതായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് മനസ്സിലാകാനായിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രൈവിംഗ് പഠനത്തിൻ്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂള് പ്രകാരമാണ്? ഇത് നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സെക്ഷനുമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂളാണ് CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂള് 31 എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഈ ഡ്രൈവിംഗ് സിലബസ് ആൻഡ് ഇൻസ്ട്രക്ഷനാണ്. വണ്ടി ഓടിക്കാനുള്ള ഇൻസ്ട്രക്ഷനും സിലബസും ഒക്കെ പറയുന്ന ഒരു റൂളാണ് CMVR റൂള് 31. ഇതാണ് ഡ്രൈവിംഗ് സിലബസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ. അടുത്തത്, നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? അത് കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ്. വാഹനം നിർത്താതെ ഓടിച്ചു പോകണം, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്? അല്ല. പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം, അല്ലേ? അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 24 മണിക്കൂറിനകമെങ്കിലും അറിയിക്കണം. വാഹനം ഓടിച്ചു പോയി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. അതായത് അയാളെ രക്ഷിക്കുന്നില്ല, നേരെ വാഹനം ഓടിച്ചു പോയി പോലീസ് സ്റ്റേഷനിൽ ചെയ്യുകയോ ഇല്ല, അയാളെ ആദ്യം രക്ഷിക്കണം. അടുത്തുള്ള ഇൻഷുറൻസ് ഓഫീസിൽ തന്നെ വിളിച്ചറിയിക്കണം. ഇത് വിളിച്ചറിയിക്കണം, പക്ഷേ ഇയാളെ രക്ഷിച്ച ശേഷമാണ് അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് അറിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. ഇനി അടുത്തത്, താഴെ പറയുന്നതിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. എമർജൻസി വാഹനം എന്ന് വെച്ചാൽ നമ്മുടെ ആംബുലൻസ്, ഫയർ എഞ്ചിൻ, പോലീസ് വാഹനം അതേപോലെയുള്ള വാഹനങ്ങളാണ് എമർജൻസി വാഹനങ്ങൾ. അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനം എമർജൻസി വാഹനങ്ങളല്ല, ഹസാർഡസ് വാഹനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഹസാർഡസ് വാഹനം അല്ലെങ്കിൽ അപകടകരമായ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അതാണ് പെട്രോൾ കൊണ്ടുപോകുന്ന വാഹനം, ഡീസൽ, LNG CNG ഒക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങളൊക്കെ, അതാണ് അപകടകരമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധികൾ ഏതൊക്കെയാണ്? നമ്മുടെ വാഹനം നിയന്ത്രിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? റിയർ വ്യൂ മിറർ, ഹെഡ് ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ, വൈപ്പർ സ്വിച്ച്. നമ്മുടെ മിററുണ്ട്, ഹെഡ് ലൈറ്റ് ഉണ്ട്,
വിൻസ്ക്രീൻ സ്വിച്ച് ഉണ്ട്, ഇതെല്ലാം എന്താണ് നമ്മുടെ വാഹനത്തിൻ്റെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ഇവയെല്ലാം എന്നതാണ് ഉത്തരം. നമുക്ക് കാണുമ്പോൾ ചെറിയൊരു ഡൗട്ട് തോന്നും, റിയർ വ്യൂ മിറർ നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോളിന് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് വാഹനത്തിൻ്റെ കൺട്രോളുമായിട്ട് ബന്ധമില്ലല്ലോ എന്ന് തോന്നും, പക്ഷേ ഹെഡ്ലൈറ്റും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വഴി കാണാനും കൃത്യമായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. വിൻഡ് സ്ക്രീൻ വൈപ്പർ എന്തിട്ടാണ്? നമ്മുടെ സ്ക്രീനെ അല്ലെങ്കിൽ നമ്മുടെ ചില്ലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്, സുഗമമായ യാത്ര നടക്കാൻ സാധിക്കാതെ വരുന്ന അവസരത്തിൽ നമുക്ക് ഇട്ടിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം വാഹനത്തിൻ്റെ നിയന്ത്രണത്തിന് സഹായിക്കുന്നതായിട്ടുള്ള ഉപകരണങ്ങളാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇവയെല്ലാം എന്നതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി അടുത്തത്, ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ, അതായത് ആപത്തുണ്ടാക്കുന്ന ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകരമാണെന്ന് ദീർഘവീക്ഷണം ചെയ്ത് അപകടം ഒഴിവാക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്. നമുക്കപ്പോൾ സിലബസിൽ MSM PSL ഒക്കെ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്ന് വന്നൊരു സാധനമാണ് IPDE എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ആളുകൾക്കും ആ എക്സാമിൻ്റെ ടൈമിൽ ഡൗട്ട് ഉണ്ടായിട്ട് കാണും. MSM എന്ന് പറഞ്ഞാൽ മിറർ സിഗ്നൽ മാനുവൽ, PSL എന്ന് വെച്ചാൽ പൊസിഷൻ സിഗ്നൽ ലുക്ക്. അപ്പോൾ അത് അടുത്തായിട്ട് വരുന്നതാണ് IPDE. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് IPDP. ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ നമ്മുടെ റോട്ടിൽ എന്തെങ്കിലും ഒരു അപകടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് IPDE എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഫുൾ ഫോമും പഠിക്കണം. I എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ, അതായത് നമുക്കൊരു റോഡിലൊരു അപകടമുണ്ട്, ഒരു കുഴിയുണ്ട്, ആ കുഴി ചാടിയാൽ അപകടമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ആ അപകടം, നമുക്ക് വരാൻ പോകുന്ന ആ അപകടം തിരിച്ചറിയുക, അതാണ് ഐഡൻറ്റിഫൈ. 2 പ്രെഡിക്റ്റ്, ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി, ഇതല്ലെങ്കിൽ ഈ അപകടം നടക്കാൻ പോണ സ്ഥലം എവിടെയാണെന്നും അതേപോലെ തന്നെ അതിൻ്റെ വ്യാപ്തി എത്രയാണെന്നും ഒക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട്. അല്ലെങ്കിൽ പ്രെഡിക്റ്റിൻ്റെ കൃത്യം മലയാളം പറഞ്ഞാൽ അത് എന്താണ് നമ്മുടെ ജസ്റ്റ് അതിൻ്റെ കറക്റ്റ് മലയാളം കിട്ടുന്നില്ല. പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കുക, പ്രവചിക്കുക, അതേപോലെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുക നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ നമ്മൾ പറയാമെന്നല്ല, നമുക്കത് മനസ്സിലാക്കുക, പ്രെഡിക്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി നമ്മൾ ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. ഇപ്പോൾ ഒരു കട്ടർ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു കുഴി ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ വലത്തോട്ട് തിരിക്കുക, പെട്ടെന്ന് വലത്തോട്ട് തിരിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ളതാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ടുള്ള വഴി. അതെന്താണ്? വലത്തോട്ട് തിരിക്കണോ അതോ ബ്രേക്ക് ഔട്ടണോ എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുക, തീരുമാനിക്കുക. അതിനുശേഷം ഈ ഫോർ എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യുക. എന്താണോ നമ്മൾ തീരുമാനിച്ചത്, ഡിസൈഡ് ചെയ്ത് ആ പ്രവൃത്തി ചെയ്യുക, വളയ്ക്കുക അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുക, ആ പ്രവൃത്തി ചെയ്യുക. അതാണ് IPDE. ഐഡൻറ്റിഫൈ, പ്രിഡിക്റ്റ്, ഡിസൈഡ്, എക്സിക്യൂട്ട്. അതിൻ്റെ ഫുൾ ഫോം പഠിക്കുക, ചോദിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ 4 വരി ദേശീയ പാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത 100 കിലോമീറ്റർ സ്പീഡാണ്. നമുക്ക് പല 4 വരി 60 ദേശീയ സംസ്ഥാന പാതകളിലൊക്കെ സ്പീഡ് പല വാഹനങ്ങളുടെയും, ബസ്, ഹെവി വാഹനങ്ങൾ, ഗുഡ്സ് വാഹനങ്ങൾ, 2 വീലർ, 3 വീലർ, സ്കൂൾ ബസ്, അതൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഓർത്തിരിക്കുക, 4 വരി ദേശീയപാതയിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിരിക്കുന്ന മാക്സിമം സ്പീഡാണ് 100 കിലോമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതും കോമൺ സെൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏതാണ്? അമിത ഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റുന്നത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറ്റുമോ? ഇല്ല. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് പറ്റുകയില്ല. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് പറ്റുമോ? ഇല്ല. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AMVIക്ക് പറ്റുമോ? പറ്റും. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത്രയും ഓർക്കുക. ഇത് ആർക്കാണ് പരിശോധിക്കാനായിട്ടുള്ള അനുവാദമുള്ള? അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അവർക്കൊക്കെ ഈ ഒരു ചരക്ക് വാഹനത്തിൽ അമിതമായിട്ടുള്ള ഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കുറ്റകൃത്യങ്ങൾ ശിക്ഷ എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ആ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഹെൽമെറ്റിൻ്റെ മറ്റൊരു പേരാണ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ എന്ന് പറയുന്നത് ഹെൽമെറ്റാണ്. ധരിക്കാതെ, ഇതിപ്പം ഹെൽമെറ്റും തന്നിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലാകും. ചിലപ്പോൾ ഇനി പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ അല്ല, ഹെഡ് ഗിയർ എന്ന് തന്നു കഴിഞ്ഞാൽ ഓർക്കുക എന്താണ്? ഹെൽമെറ്റാണ്. ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് അതെന്താണ്? പിഴ തീർപ്പാക്കേണ്ട കുറ്റമാണ്. അത് പിഴ തീർപ്പാക്കേണ്ടതാണ്, പക്ഷേ
അത് മാത്രമല്ല ശരി. പിഴ ഒതുക്കേണ്ട കുറ്റമാണ്, പിഴ ഒതുക്കണം. അതേപോലെ തന്നെ ലൈസൻസ് അയോഗ്യത മാത്രം കൽപ്പിക്കാവുന്ന കുറ്റമാണ്, വേണമെങ്കിൽ ലൈസൻസും അയോഗ്യത കൽപ്പിക്കാനായിട്ട് പറ്റും. അതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നോക്കിയാൽ ശരിയാണ്. പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റം. ഇത് നോക്കി, ഇതാണ് കുറച്ചുകൂടെ ക്ലിയർ. പിഴ ഒടുക്കണം, അതേപോലെ തന്നെ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കുകയും വേണം. നിർബന്ധിത സാമൂഹ്യ സേവനങ്ങൾ നൽകി തീർപ്പാക്കാവുന്നതാണ്, അതും പറ്റും. ഈ 3 കാര്യങ്ങളും പറ്റും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്യൂറ്റബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഓർക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അത് 3ഉം വായിക്കുക. ഇപ്പം പിഴ ഒടുക്കാവുന്ന കുറ്റമാണെന്ന് നോക്കിയാൽ അത് മാത്രം നോക്കിയാൽ അത് ശരിയാണ്. ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാനുള്ളത് ശരിയാണ്. ഇത് രണ്ടും നോക്കിയാൽ ഇതല്ലേ കൂടുതൽ യോജിക്കുന്നത്. അപ്പോൾ അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ എല്ലാ ഓപ്ഷനും വായിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185. പണ്ട് തൊട്ടേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. മദ്യവെച്ച് വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് 185. അത് പ്രകാരം രക്തം പരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യവെച്ച് വാഹനം ഓടിക്കുന്നതായി കുറ്റം ചുമത്തപ്പെട്ടാൽ അങ്ങനെ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ട കുറഞ്ഞ അളവ് എത്രയാണ്? അത് 100 മില്ലിഗ്രാം രക്തത്തിൽ 30% ആൽക്കഹോൾ ഉണ്ടെങ്കിൽ മാത്രമേ, ഏറ്റവും കുറഞ്ഞ അളവാണ്. 30 ഗ്രാമിൽ താഴെ ഉണ്ടെങ്കിൽ ശിക്ഷാർഹമല്ല. 30 ഗ്രാമാണ് മിനിമം ആൽക്കഹോളിൻ്റെ അളവ് വേണ്ടത്. ഏറ്റവും കുറഞ്ഞ അളവ് 30 മില്ലിഗ്രാം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെയുള്ള പ്രസ്താവനകൾ ശരി ഏതെന്നാണ് ചോദിക്കുന്നത്. ശരി ഏത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 നമുക്ക് പഠിക്കാനുള്ളതാണ്. രജിസ്ട്രേഷൻ ഇല്ലാതെ മോട്ടോർ വാഹനം ഉപയോഗിക്കാം. എപ്പോഴാണ് രജിസ്ട്രേഷൻ? നമുക്ക് അറിയാം, സാധാരണ രജിസ്ട്രേഷനോ പെർമിറ്റോ ഒന്നും ഇല്ലാതെ വാഹനം ഓടിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഓടിക്കാൻ പറ്റുമെന്ന് ഈ 192 പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അടിയന്തിരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്. ഇപ്പം നമുക്കൊരു വാഹനമുണ്ട്, ഒരു കാറുണ്ട്, അതിന് രജിസ്ട്രേഷൻ ഇല്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അർജൻറ്റായിട്ട് ഒരു അപകടം ഉണ്ടായി, നമുക്ക് അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് അതെടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ അതെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, അടിയന്തര ഘട്ടങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിന്. പെട്ടെന്ന് ഒരാൾക്കൊരു അർജൻറ്റായിട്ടൊരു മരുന്ന് മേടിക്കേണ്ടി വന്നു, അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനം ഓടിക്കാമോ എന്ന് ചോദിച്ചാൽ ഓടിക്കാനായിട്ട് പറ്റും. സൈനിക ആവശ്യത്തിനായിട്ട് ഓടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ സെക്ഷനകത്ത് പറയുന്നുണ്ട് ഈ 2 കാര്യങ്ങളിലാണ് ഓടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് മോട്ടോർ വാഹന അതോറിറ്റിനെ അറിയിക്കണം. നമ്മൾ ഇന്ന കാര്യത്തിന് ഇന്ന സമയത്ത് ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മോട്ടോർ വാഹന അതോറിറ്റിനെ അറിയിക്കുകയും വേണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമം 1998 സെക്ഷൻ 134A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ ഉറപ്പായിട്ട് ഇനിയുള്ള എക്സാമിനും ഉണ്ടാകും. പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗുഡ് സമരിറ്റൻ അല്ലെങ്കിൽ നല്ല സമരിയക്കാരൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു അപകടം പറ്റി നമ്മൾ ചെല്ലുമ്പം അപകടം പറ്റി ഒരാൾ റോട്ടിൽ കിടക്കുകയാണ്. നമ്മൾക്ക് ഈ അപകടമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരാളാണ്. നമ്മൾ ഈ ചെന്ന അപകടം കാണുന്നു. അപ്പം നമുക്ക് വേറെ ഒന്നും പ്രതിഫലമോ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ചികിത്സ ചെയ്യുന്നു. നമ്മളിനി ഈ അപകടത്തിലൊന്നും നമുക്ക് പങ്കില്ല, നമ്മൾ ചെല്ലുന്ന വഴിക്ക് കാണുകയാണ്. അപ്പോൾ അയാളെ ഒരു പ്രതിഫലവും ഉദ്ദേശിക്കാതെ നമ്മൾ ആശുപത്രി കൊണ്ട് ചികിത്സ നൽകുന്നയാളെ പറയുന്ന പേരാണ് ഗുഡ് സാമരിത്യൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല സമരിയക്കാരൻ എന്ന് മലയാളത്തിൽ പറയാം. അപ്പം ആരാണ് ഇതിവിടെ ചോദിക്കുന്നത്? ഈ ഒരു ഗുഡ് സമരിത്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താഴെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റപ്പെട്ടവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്നയാൾ, അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യാൻ സഹായിക്കുന്നയാൾ, അപകട സ്ഥലത്ത് അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നയാൾ. ഇതൊക്കെ നമ്മുടെ ഈ അപകടമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കുക, അതേപോലെ തന്നെ അയാൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുക, വാഹനം മാറ്റാൻ സഹായിക്കുക. ആ അപകടമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളെയാണ് പറയുന്നത് ഗുഡ് സാമരിറ്റൻ എന്ന് പറയുന്നത്. നമ്മളൊരു പ്രതിഫലം ആഗ്രഹിക്കാതെ ആയിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാളെ ഗുഡ് സാമരിറ്റൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, CMVR റൂള് 138 വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തതാണ്. അത് ഡിലീറ്റ് ചെയ്തതിന് കാരണമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നേരെ ആക്കിയിട്ട് അതങ്ങ് പഠിക്കാം. 24 വോൾട്ട് ഇലക്ട്രിക് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ. അപ്പോൾ 24 വോൾട്ട് ബാറ്ററി, 12 ബാറ്ററി സീരീസ് ആയിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ 24 വോൾട്ടായിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റിൻ്റെ വോൾട്ടേജ് എത്രയാണ്? അപ്പം പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം 75 എന്നുള്ളതായിരുന്നു. പക്ഷെ ശരിയായിട്ടുള്ള ആൻസർ 70/75 വാട്ടാണ്. 70/75 ആയിരുന്നു. ഇവിടെ തെറ്റി, 70-ന് പകരം 75/75 എന്ന് എഴുതിയോണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോയത്.
അപ്പോൾ ഓർത്തിരിക്കുക, 24 വോൾട്ടിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? 70/75 വാട്ടാണ്. അതേപോലെ തന്നെ 12 വാട്ടിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നത് ഏതാണ്? 60/65 വാട്ടാണ്. അപ്പോൾ ആ ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് മൂലമാണ് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയത്. ഒറ്റ ക്വസ്റ്റിനെ ഡിലീറ്റ് ഉള്ളായിരുന്നു. അടുത്തത് മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കാൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ. രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനത്തിനെ ആൾക്കൊക്കെ പിടിക്കാനായിട്ട് പറ്റും. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പറ്റുമോ? ഇല്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് വെച്ചാൽ കളക്ടർ പോലുള്ള ആളുകൾക്ക് പറ്റുമോ? ഇല്ല. പിന്നെ പോലീസ് സബ് ഇൻസ്പെക്ടറിന് പറ്റുമോ? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ താഴാത്ത ആളുകൾക്ക് ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടാൽ അത് പിടിക്കാനായിട്ട് പറ്റും. സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ആളുകൾക്ക്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന് പറ്റുമോ? ഇല്ല. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. മോട്ടോർ വാഹന AMVI MVI അങ്ങനെയുള്ളവർക്ക് പറ്റും. ഇപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആർക്കേ പറ്റുള്ളൂ? പോലീസ് സബ് ഇൻസ്പെക്ടർക്കേ പറ്റുള്ളൂ. ഇനി അടുത്തത് റൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പിൻ ചക്രം, നമ്മുടെ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വേണ്ട നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? പിൻ ചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം, അതായത് സാരി ഗാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ സൈഡിൽ, ബൈക്കിൻ്റെയൊക്കെ സൈഡിൽ പുറകിലിരിക്കുന്ന ആളുകളുടെ വസ്ത്രം അകത്ത് കയറി പോകാതിരിക്കും ഇങ്ങനെ ഒരു ഗാർഡ് കാണുമല്ലോ, സാരി ഗാർഡ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഗാർഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് നിർബന്ധമായിട്ടും ഇരുചക്ര വാഹനങ്ങളിൽ ഉണ്ടായിരിക്കണം. പിൻ സീറ്റ് യാത്രക്കാരൻ പിടിച്ചിരിക്കാൻ വേണ്ടിയുള്ള പിടി, ഇപ്പം പുറകിൽ ഇങ്ങനെ പിടിച്ചിരിക്കാനായിട്ടുള്ളൊരു ഹോൾഡർ ഉണ്ടാകുമല്ലോ, ഇങ്ങനത്തെ ഒരു ഹോൾഡർ, ആ ഹോൾഡറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതും ഉണ്ടായിരിക്കണം. ക്രാഷ് ഗാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ അത് നിർബന്ധമില്ല. ക്രാഷ് ഗാർഡിൻ്റെ കാര്യം അത് വേണമെന്ന് തന്നെയാണ്, പക്ഷേ നമ്മുടെ നിയമത്തിൽ അത് പറയുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഒരു റൂൾ അനുസരിച്ചാണ് വന്നിരിക്കുന്നത്. ക്രാഷ് ഗാർഡ് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണമെന്നാണ്. നമ്മളിപ്പോൾ റീടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പോകുന്ന സമയത്ത് അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു ഓടിക്കുന്നയാളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറകിരിക്കുന്നയാളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിൻ സീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുഡ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ നിയമം പഠിക്കുമ്പോൾ അറിയാം, നമുക്കിത് 3 പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇല്ലാത്തൊരു കാര്യം ഇതാണ്. അപ്പം അത് ഓർക്കുക, അത് ഇല്ല, നമുക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. 1, 2, 4 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? അതായത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, അതായത് ഫ്ലാറ്റ് ടൈപ്പ് ടയറുള്ള വാഹനങ്ങളിൽ മോട്ടോർ കാറിൽ ഉപയോഗിക്കേണ്ട നിർബന്ധമായിട്ടും വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് വേണം. എല്ലാ വാഹനത്തിനും വേണ്ടതാണ്, നിർബന്ധമായിട്ടും വേണ്ടതാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടൂൾ കിറ്റ്, ഇത് രണ്ടും നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എയർ പമ്പ് ആവശ്യമില്ല. എയർ പമ്പ് ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് പറയുന്ന കാര്യമല്ല. സ്പെയർ വീല് അല്ലെങ്കിൽ പഞ്ചർ കിറ്റും പറയുന്നില്ല. ഓക്കെ, അപ്പം ടൂൾ കിറ്റും ഫസ്റ്റ് എയ്ഡ് ബോക്സുമാണ് നിർബന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പ്രതിപാദിക്കുന്നതിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലാണ് സ്പീഡ് ഗവർണർ നിർബന്ധമല്ലാത്തത്? സ്പീഡ് ഗവർണർ എന്ന് വെച്ചാൽ നമ്മുടെ ചില വാഹനങ്ങളിലെ നിയമപ്രകാരം ഒരു വാഹനത്തിന്, ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബസ്സൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്പീഡ് ഗവർണർ വെക്കും. അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അതിങ്ങനെ ഈ ഒരു സിസ്റ്റം വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 കിലോമീറ്ററിൻ്റെ കൂടുതൽ വേഗതയിൽ ആ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. 60 കിലോമീറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് സ്പീഡ് ഗവർണർ എന്ന് പറയുന്നത്. ആ ഗവർണർ വേണ്ടാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫയർ ടെൻഡർ, അതായത് ഫയർഫോഴ്സിൻ്റെ വണ്ടിക്ക് അത് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് സ്പീഡിൽ പോകേണ്ട വാഹനമാണ്, അതിന് വെക്കാൻ പറ്റത്തില്ല. ആംബുലൻസുകൾക്ക് വെക്കാവോ? ഇല്ല, അതിന് സ്പീഡ് ലിമിറ്റ് ഇല്ല, സ്പീഡിൽ പോകാൻ. പോലീസ് വാഹനം എമർജൻസി വാഹനമാണ്, അതിനും സ്പീഡിൽ പോകേണ്ടതാണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ ഇതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. 80 കിലോമീറ്റർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ചരക്ക് വാഹനത്തിന് അതിന് ഓൾറെഡി 80 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതിന് എക്സ്ട്രാ സ്പീഡ് ഗവർണറിൻ്റെ ആവശ്യം ഇല്ല. അത് നമ്മുടെ റൂളിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. 80 കിലോമീറ്റർ താഴെയുള്ള ചരക്ക് വാഹനങ്ങൾക്കും എന്തു വേണ്ട, ഈ പറയുന്ന സ്പീഡ് ഗവർണർ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം 1, 2, 3, 4 ശരി എന്നുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഹസാഡസ് ചരക്ക് കൊണ്ടുപോകണം, അതായത് അപകടകരമായിട്ട് ചരക്ക് കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയല്ല? നമുക്ക് എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കറുണ്ട്, കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഈ കൊണ്ടുപോകുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. വണ്ടിയുടെ പിൻഭാഗത്തൊരെണ്ണം വേണം, വണ്ടിയുടെ ടാങ്കറിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ആ 2 സൈഡിലും ഓരോന്ന് വെക്കണം, പിന്നെ വാഹനത്തിൻ്റെ പിൻഭാഗത്തും വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വകാര്യ വാഹനങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല അതായത് നമ്മുടെ പ്രൈവറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത നിറങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒലീവ് ഗ്രീൻ, നേവി ബ്ലൂ, പോലീസ് വൈറ്റ്, കമാൻഡോ ബ്ലാക്ക്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒലീവ് ഗ്രീൻ നമ്മുടെ ഈ റൂളിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് മാത്രമായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 എണ്ണത്തിൽ ഈ നേവി ബ്ലൂ പറ്റുമോ എന്ന് ചോദിച്ചാൽ നേവി ബ്ലൂ പറ്റത്തില്ല, കാരണം നമ്മുടെ പഴയ പോലീസ് വണ്ടിയുടെ കളറില്ലേ ആ വേറെ മറ്റു വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. ഈ പോലീസ് വൈറ്റ് എന്നും കമാൻഡോ വൈറ്റ് ബ്ലാക്ക് എന്നുള്ളത് നമ്മളെ കൺഫ്യൂസ് ആക്കാനായിട്ട് ഇട്ടേക്കുന്ന ഓപ്ഷനാണ്. പറ്റാത്ത കളറുകൾ ഒലീവ് ഗ്രീന്, നേവി ബ്ലൂ, അതേപോലെയുള്ള കളങ്ങളൊക്കെയാണ് അനുവദിക്കാത്തത്. പിന്നെ ഈ മാറ്റ് ബ്ലാക്കുകളൊന്നും അനുവദീയരല്ല. മാറ്റ് ബ്ലാക്ക് പോലത്തെ മാറ്റ് കളറുകളൊന്നും ഇപ്പം ചില വാഹനങ്ങൾ അങ്ങനെ ഇറങ്ങുന്നുണ്ട്, അല്ലാത്ത വാഹനങ്ങളിൽ അത് അനുവദീയമല്ല. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ ഓർക്കും. ഇനി അടുത്തത് സ്പാർക്ക് അറസ്റ്റർ. നമ്മുടെ സ്പാർക്ക് അറസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പുകഴ്ക്കുഴലിൻ്റെ അവിടെ വെക്കുന്ന സാധനമാണ് സ്പാർക്ക് അറസ്റ്റർ. ആ വാഹനത്തിൻ്റെ പുകഴ്ക്കുഴൽ കമ്പഷൻ വഴിയാണല്ലോ എൻജിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ തീ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുണ്ടാകാതിരിക്കാനായിട്ട് അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ വെക്കുന്നതാണ് ഈ സ്പാർക്ക് അറസ്റ്റർ എന്ന് പറയുന്നത്. അത് ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഫയർ ടെൻഡർ. ഫയർഫോഴ്സിൻ്റെ വണ്ടിയിൽ അതിൻ്റെ ആവശ്യമുണ്ട്, അപകടമായിട്ട് ചരക്കൊന്നുമില്ല, അതുകൊണ്ട് അത് ആവശ്യമില്ല. പിന്നെ പെട്രോളിയം ടാങ്കർ ട്രക്ക്, അതായത് ഒരു ടാങ്കറിനകത്ത് പെട്രോളിയം കൊണ്ടുപോകും. അപ്പോൾ ഈ പെട്രോളിൻ്റെ ഈ പെട്രോള് ലീക്കാകും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പുറത്തു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിനകത്ത് വേണം. പിന്നെ ബിറ്റ്യൂമിനസ് ടാങ്കർ ട്രക്കിനകത്ത് അത് വേണോ വേണ്ട? CNG ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ വേണോ വേണ്ട? CNG ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഓട്ടോ ഉണ്ട്, CNGയിൽ ഓടുന്ന ഓട്ടോ, അതായത് സ്പാർക്ക് അറസ്റ്റർ വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഈ അപകടകരമായ CNG കൊണ്ടുപോകണ അല്ലെങ്കിൽ LPG ഒക്കെ കൊണ്ടുപോകണ വാഹനങ്ങളിൽ വേണമെന്ന് ചോദിച്ചാൽ വേണം. പക്ഷേ ഈ CNGയിൽ ഓടുന്ന വാഹനങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇനി അടുത്ത് നമ്മുടെ ഫാസ്റ്റ് ടാഗ്, ടോൾ അടയ്ക്കാനുള്ള ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കിയേക്കുന്ന വാഹനങ്ങൾ നമ്മൾ റൂളിൽ പഠിക്കാനുള്ളതാണ്. നമ്മുടെ മോട്ടോർ ക്യാബ് എന്ന് പറയുന്ന നമ്മുടെ കാറ് പോലെയുള്ള വാഹനങ്ങൾക്കാണ് ഫാസ്റ്റ് ടാഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ബൈ.